ഹായ്. സോ ഇന്ന് നമ്മൾ പോസ്റ്റ് മാച്ച് റിവ്യൂയിലേക്ക് വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. ഓക്കെ, നെറ്റ് ഉണ്ടായില്ല, അതുകൊണ്ട് നമുക്ക് പ്രീ മാച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സോ അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. പിന്നെ അതിനു മുമ്പ് നമുക്ക് ആ ബ്രസീലിലെ പ്ലേയേഴ്സ് അവർക്ക് അത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. പ്ലെയിൻ ക്രാഷ് ഭയങ്കര നിരാശാജനകമായിട്ടുള്ള സിറ്റുവേഷൻ ആയിപ്പോയി. ഇറ്റ്സ് റിയലി ബാഡ്. ഇനി അവർക്ക് ആ ടീമിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ബട്ട് ദേ റിയലി ബിൽഡഡ് ദെയർ ടീം ആഫ്റ്റർ ദാറ്റ്. അവരുടെ യൂത്തിൽ അവർ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അവരുടെ യൂത്തിനെ കുറേ പേരെ മെയിൻ ടീമിലേക്ക് അവർ ഇറക്കി. സോ ബട്ട് സ്റ്റിൽ വി ലോസ്റ്റ് ലോട്ട്സ് ഓഫ് ടാലൻറ്റ്. ഭാവിയിൽ നന്നായിട്ട് പേരെടുത്ത് വരാവുന്ന കുറേ പേര് നഷ്ടപ്പെട്ടു. സോ റിയലി സാഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഓക്കെ, നമുക്ക് ഇന്നത്തെ മാച്ചിലേക്ക് വരാം. ഇന്നത്തെ മാച്ചിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇന്നത്തെ മാച്ച് നല്ലൊരു മാച്ചായിരുന്നു. 8th മിനിറ്റിൽ തന്നെ നമ്മൾ ഗോൾ അടിച്ചു. ഒരു ഗോൾ കീപ്പർ എററായിരുന്നു അത്. പക്ഷെ അത് മുമ്പായിട്ടിൻ്റെ ഒരു നല്ലൊരു പാസ് വിനീതിന് ഹെഡിങ്ങിന് വേണ്ടി നല്ലൊരു അസിസ്റ്റ് ആയിരുന്നു. അത് വിനീത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അതൊരു നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് അത്ലറ്റിക്കോടെ ഗോൾ ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല പാസ്സായിരുന്നു. ഒരു 3-4 വൺ ടച്ച് ടപ്പ 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 എന്ന് പറഞ്ഞു വന്നു. പിയേഴ്സിന്റെ ഫിനിഷ് നല്ലൊരു കളിയായിരുന്നു അത്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് മെഹത്താബിന് അടുത്ത കളി കളിക്കാൻ പറ്റില്ല. അതൊരു ഭയങ്കര അനാവശ്യമായ ഒരു യെല്ലോ കാർഡ് നമ്മൾ മേടിച്ചു. ഭയങ്കര ഒരു അടിയായി പോയി നമുക്ക്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ ആസ് ദ മാച്ച് സ്റ്റാൻഡ്സ് നമുക്ക് അടുത്ത കളിയിൽ ഡ്രോ ആയാലും മതി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിച്ചാലും നമുക്കൊരു ഡ്രോ പിടിച്ചു. അല്ല, നാളെ ജയിച്ചാലും നമുക്ക് ഡ്രോ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റ് ഫ്രണ്ടില്ല. നമ്മളിപ്പോൾ 19 നോർത്ത് ഈസ്റ്റ് നാളെ അടുത്ത കളിയിൽ ജയിച്ചു കഴിഞ്ഞാൽ 18 ആവും. നമ്മൾ പിന്നെ ഡ്രോ പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ 20 ആവും. അപ്പൊ നമ്മൾ കയറും. അല്ലെങ്കിൽ നമുക്ക് ജയിക്കണം. നോർത്ത് ഈസ്റ്റിനാണ് ഡൈ ഹാർട്ട് സിറ്റുവേഷൻ. 2 കളിയും ജയിക്കണം എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. നോർത്ത് ഈസ്റ്റ് നമ്മളെ പൊട്ടിച്ചാണ്. പക്ഷെ ആ തുടങ്ങിയ ടീമിനെക്കാട്ടും വളരെ മെച്ചപ്പെട്ട ടീമാണ് ഇപ്പൊ ഉള്ളത്. എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എവേ പോയിട്ട് ജയിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫാൻസ് താഴത്ത് കമന്റ് ചെയ്യുക, ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് താഴത്ത് കമന്റ് ചെയ്യുക. ഞങ്ങൾ മറന്നുപോയി. ലൈക്ക് നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ് ഓക്കെ. പിന്നെ എനിക്ക് കളിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ സെലക്ഷൻ ഇത്തിരി അലമ്പായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇഷ്ഫാഖ് അഹമ്മദ് അല്ല, എൻഡോയെ അവിടെ കളിക്കേണ്ട പ്ലെയർ അല്ല. നമുക്ക് സെന്ററിൽ മിഡ്ഫീൽഡിൽ നമ്മള് എന്താ എനിക്കറിയില്ല കോച്ച് എന്താ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവില്ല. വേണമെങ്കിൽ കോച്ചിന്റെ കയ്യിൽ പിന്നെയും നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻഡോയിനെ അവിടെ കളിപ്പിച്ചു. എൻഡോയിനെ കളിപ്പിച്ചു. അവിടെ ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള മേഹ്താബ് ഹുസൈൻ ഉണ്ട്. പിന്നെ കളി അവിടെ മെനയാൻ വേണ്ടി ഒരാൾ അത്യാവശ്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ് അവിടെ ആ പൊസിഷനിൽ ഇഷ്ഫാഖ് അഹമ്മദിനെ ഇറക്കിയത്. അതിനെക്കാട്ടും ഇഷ്ഫാഖ് അഹമ്മദിനെക്കാട്ടും കുറച്ചും കൂടെയും നല്ലത് ഇഷ്ഫാഖ് അഹമ്മദ് പിന്നെ ലെഫ്റ്റില് ഹോസുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വിനീത് റായ് ഇറങ്ങിയപ്പോഴത്തേക്കും ഹോസുവിന്റെ അവിടെ ചെന്ന് ഹോസുവിനെ സപ്പോർട്ട് ചെയ്യണം, ഡിഫൻസിലൊക്കെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ കണ്ടു വിനീത് റായ് ഇറങ്ങിയപ്പോഴത്തേക്കും. പക്ഷെ ഇഷ്ഫാഖ് അഹമ്മദ് ബോൾ വിൻ ചെയ്യും, ഡിഫെൻസീവ് മൈൻഡഡ് ആണ്. പക്ഷെ ഹോസുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ കണ്ടില്ല. സോ അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ കളി മെനയാൻ വേണ്ടി ഇഷ്ഫാഖിന് അതിനുള്ള ഇതില്ല. ഇഷ്ഫാഖിന് സ്പീഡില്ല. ബോൾ വിൻ ചെയ്യും. ഇഷ്ഫാഖ് ബോൾ വിൻ ചെയ്യും. അതില് ക്രെഡിറ്റ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പാസ് ഇന്റർസെപ്റ്റ് ചെയ്ത് ബോൾ വിൻ ചെയ്യും. പക്ഷെ അങ്ങനെ കളിക്കുന്ന 2 പ്ലെയർ ഓൾറെഡി ആ പൊസിഷനിൽ കളിക്കുന്നുണ്ട്, ആ സെന്ററിൽ കളിക്കുന്നുണ്ട്. ഒരെണ്ണം മേഹ്താബ് ഹുസൈനും കളിക്കുന്നുണ്ട്, മറ്റേത് എൻഡോയും കളിക്കുന്നുണ്ട്. രണ്ടുപേരും ഡിഫെൻസീവ് മൈൻഡ് സെറ്റഡ് ആണ്. അപ്പൊ ഇഷ്ഫാഖും കൂടി അവിടെ വന്നത് അത് എന്താ ഉദ്ദേശിക്കണത്? നമ്മൾ കുറച്ചും കൂടി ഡിഫെൻസീവ് സോളിഡാരിറ്റിക്കാണോ കോച്ച് ഉദ്ദേശിക്കണം? അപ്പൊ നമുക്ക് അറ്റാക്കിന് ആരോ ഉള്ളത്? അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നു. അത് ടാക്ടിക്കലി കോച്ച് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നെയ്സൻ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും ഇപ്പം കടിയോ ആയാലും അവിടെ ഇറങ്ങായിരുന്നു.
ആ പൊസിഷനിൽ കടിയോ കുറച്ചും കൂടെ നല്ല കളി ആ പൊസിഷനിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ മെഹമ്മദ് ഇറങ്ങായിരുന്നു, വേണേ ചോപ്രേനെ ഇറക്കായിരുന്നു. ചോപ്ര പരിക്കിന്റെ പിടിയിലാണ്. പക്ഷെ ജസ്റ്റ് സെയിങ് ലൈക് ചോപ്ര. പിന്നെ റിനാൻഡോ ഇഷ്ഫാഖിന്റെ പൊസിഷനിൽ റിനാൻഡോ ഇറങ്ങിയാൽ കുറച്ചും കൂടെ നല്ലൊരു കളി പ്രതീക്ഷിക്കായിരുന്നു. ആ റിനോ, റാഫി, വിനീത് ആ ഒരു ട്രയോ വേണമെങ്കിൽ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളിച്ചേനെ. പിന്നെ റാഫിയുടെ കളി പറഞ്ഞു എന്നോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല കളിയായിരുന്നു റാഫി കളിച്ചുകൊണ്ടിരുന്നത്. ബോൾ വിരിക്കാണ്ടായിരുന്നു, നല്ല കൺട്രോൾ ആയിരുന്നു ബോളില്. പക്ഷെ റാഫിക്ക് ആ സ്പീഡില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എപ്പോഴും റാഫിക്കുള്ള പ്രശ്നമാണ്. ഫിറ്റ്നസും സ്പീഡും റാഫിയുടെ ഒരു പ്രശ്നമാണ്. പിന്നെ ഒരു ലോങ് റേഞ്ചർ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ അത് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ റാഫി നല്ല കളിയായിരുന്നു. ഗോളിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു, ഗോളിനെ ടെസ്റ്റ് ചെയ്യായിരുന്നു. നമുക്ക് 2-3 ഷോട്ട് എങ്കിലും പോസ്റ്റിലേക്ക് വെച്ചായിരുന്നു. നമ്മള് പോസ്റ്റിലേക്ക് ഷോട്ട് അങ്ങനെയൊക്കെ എന്തുണ്ടായിരുന്നില്ല. അവസാനം റാഫി അടിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയോ, പോസ്റ്റിലേക്ക് ഒരാളെങ്കിലും വെച്ചല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷം എനിക്ക് തോന്നി. പിന്നെ ബേസിക്കലി നമ്മൾ മിഡ്ഫീൽഡിൽ നമ്മൾ സ്ട്രോങ് അല്ല. അപ്പം കോച്ച് അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു നല്ലൊരു പ്ലെയറിനെ മിഡ്ഫീൽഡ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫില് നമ്മൾ ലോബ് ചെയ്ത് കൊടുക്കുന്ന ബോള് അവിടെ എന്താണ് അപ്പുറത്തെ ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്ത് വന്നത് കൊൽക്കത്ത പ്ലേയേഴ്സിനും പാസ്സാവുന്നില്ല. ആ പൊസിഷനിൽ മിഡ്ഫീൽഡിൽ ആ പൊസിഷനിൽ കൊൽക്കത്ത പ്ലേയേഴ്സും ഇല്ല, നമ്മുടെ പ്ലേയേഴ്സില്ല. ആക്ച്വലി നമ്മുടെ പ്ലേയേഴ്സാണ് അവിടെ വന്ന് വിൻ ചെയ്യേണ്ടത് ബോള്. അപ്പൊ നമ്മുടെ പ്ലേയേഴ്സില്ല. എന്നിട്ട് കൊൽക്കത്ത പ്ലേയേഴ്സ് പിന്നെ ഓടി വന്ന് ബോൾ എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ബോൾ ഓടി വന്ന് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. പക്ഷെ ആക്ച്വലി അവിടെ നമുക്ക് ഒരു പൊസിഷനിൽ ഒരു പ്ലെയർ വേണമായിരുന്നു. അവിടെ കടിയോ മുഹമ്മദൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും വിൻ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ കളിയൊക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് അങ്ങനെയായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ മിഡ്ഫീൽഡിൽ ബോൾ പ്രസ് ചെയ്ത് വിൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മള് കഴിഞ്ഞ കളിയില്. പക്ഷെ ഈ കളിയിൽ ആ ഒരു പ്രസ്സിംഗ് വിന്നിങ് മെന്റാലിറ്റി എന്താണെന്ന് അറിയില്ല, അത് വന്നില്ല. ഐ വാസ് സോ കൺഫ്യൂസ്, ലൈക്ക് കോച്ച് എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല കൊൽക്കത്തയായിട്ട്. സോ കോച്ച് ടാക്ടിക്സിൽ എന്തൊക്കെയോ കണക്കൂട്ടി കാണും, പക്ഷെ നമ്മുടെ ടാക്ടിക്സ് അത് വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഗെയിമിനെ കുറിച്ച്? ബെൽഫോർട്ട് നല്ലോണം കളിച്ചു. ബെൽഫോർട്ട് മരണം വരെ ജിങ്കന്റെ ഡിഫൻസ് പറയാൻ പറ്റില്ല. പിന്നെ ഹെങ്ബേർട്ടും ഹ്യൂമും തമ്മിലുള്ള ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഹ്യൂമാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫില് ലൈക്ക് ഹ്യൂം തന്നെ വിജയിച്ചുകൊണ്ടിരുന്നത്, പറഞ്ഞുകൂടെയൊക്കെ വയ്യ. പിന്നെ ഹെങ്ബേർട്ട് താളം കണ്ടെത്തി തുടങ്ങി. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും ഹ്യൂസ് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഹെങ്ബേർട്ടിന്. ബോളിട്ട് വന്ന ഹ്യൂസ് അപ്പൊ തന്നെ ബാക്കില് എത്തി ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജിങ്കൻ മരണ ഡിഫൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ജിങ്കന് പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളൂ, അറ്റാക്കിൽ സഹായിക്കുന്നത് ഇത്തിരി കൂടെ കൂടണം. പിന്നെ കൺസിസ്റ്റൻസി, ഡിഫെൻസീവ് കൺസിസ്റ്റൻസി വേണം. കൂടുതൽ ഫൗളൊന്നും അങ്ങനെ കൊടുക്കരുത്. ആരൺ ഹ്യൂസിനെ കണ്ട് ജിങ്കൻ അത് കുറെ പഠിക്കാണ്ട്. ഹ്യൂസ് ഇന്ന് തന്നെ ഹ്യൂമിന്റെ തലയിൽ ഇങ്ങനെ കൈ അറിയാണ്ട് കൊണ്ടാകും. ഹ്യൂസ് മനഃപൂർവ്വം ഫൗൾ ചെയ്തൊന്നുമില്ല. അപ്പൊ തന്നെ ഹ്യൂസ് ഇങ്ങനെ തലയിലൊക്കെ കൈ വെച്ചു. ഹ്യൂസ് ലൈക്ക് അത്രയും ഡിസിപ്ലിൻ ഉള്ള പ്ലെയർ. അപ്പൊ ജിങ്കന്റെ അഗ്രസീവ്നെസ് കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഡിസിപ്ലിനും കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ ജിങ്കൻ ഒരു കംപ്ലീറ്റ് ഡിഫൻഡർ ആവും. പിന്നെ കുറച്ചും കൂടെ എന്താണ് അറ്റാക്കിങ്ങിലും കൂടെ സഹായിക്കാം. അതായത് ജിങ്കന്റെ ക്രോസും ജിങ്കന്റെ പാസും കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജിങ്കൻ വീണ്ടും ഞാൻ പറയാണ് പുറത്തു പോയി കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. പുറത്തുള്ള ഏത് ടീമും കൊതിച്ചു പോകുന്ന ഒരു ഡിഫൻഡർ ആണ് ജിങ്കൻ. സോ ജിങ്കൻ വാസ് വെരി ഗുഡ്. പിന്നെ ഹോസു നല്ല കളിയായിരുന്നു. പക്ഷെ എന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഹോസു ആ ഒരു ലെവലിലെത്തിയില്ല. പിന്നെ നമ്മുടെ സ്റ്റാക്ക് ഒരെണ്ണം എന്റെ ഹൃദയത്തില് കൈ വന്ന്, അത് ഹ്യൂമിന്റെ ബ്രില്യൻസാ. പക്ഷെ സ്റ്റാക്ക് അത്രയും ഡിലേ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. രണ്ട് ടീം എനിക്ക് ഒരു ഡ്രോയ്ക്ക് വേണ്ടി കളിച്ചത്. പക്ഷെ എന്നാലും സ്റ്റാക്ക് അവിടെ ഡിലേ ചെയ്യേണ്ട കാര്യമില്ല, അത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് സ്റ്റാക്ക്. അപ്പൊ അത് അത്ര ഡിലേ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അത് എനിക്ക് സ്റ്റാക്ക് ചെയ്ത നടപടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇപ്പോഴും നമുക്ക് സെറ്റ് പീസ് ടേക്കർ ഒരു നല്ല സെറ്റ് ടേക്കർ ഇല്ല നമ്മുടെ ടീമിൽ. സെറ്റ് പീസില് ഹോസും മേത്ത ഹുസൈനും ആണ് മെയിൻ ആയിട്ട് സെറ്റ് പീസ്. പക്ഷെ അവർക്ക് അത്ര വിജയകരമല്ല. അതാണ് എനിക്ക് ഫ്രീ കിക്കാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. കോർണർ കുഴപ്പമില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കളിയുടെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അത് ബെൽഫോർട്ടിന് കൊടുക്കുമായിരുന്നു കുറച്ചും കൂടെ. കാരണം ബെൽഫോർട്ടിന്റെ ഒരു കേളറ്
ഇങ്ങനെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വന്നിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കയറിയിട്ട് ഒരു കേളർ അടിച്ചായിരുന്നു. അത് ഗോളി പിടിച്ചെങ്കിലും അത് നല്ലൊരു കേളറായിരുന്നു. അപ്പം അത് മൂവിങ് ബോളിലായിരുന്നെങ്കിലും ബെൽഫോർട്ടിന് അതിനുള്ളൊരു ടെക്നിക്ക് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. പെട്ടെന്നുള്ളൊരു ഡിപ്പും അത് ബെൽഫോർട്ടിന് ഫ്രീ കിക്ക് സെറ്റ് പീസ് എടുക്കാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട് ബെൽഫോർട്ടിന്. അപ്പൊ ബെൽഫോർട്ടിനൊന്ന് ചാൻസ് ഇതുവരെയും കൊടുക്കുന്നില്ല. ഒരു അതിലൊരു അത് നമുക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ നമ്മൾ ചെയ്യാം. നമുക്കൊന്നും കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഈ സീസണിൽ ഒറ്റെണ്ണം കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഫ്രീ കിക്സ്. അപ്പം അത് വലിയൊരു ടോക്കിംഗ് പോയിന്റ് ആണ് നമ്മുടെ. പിന്നെന്താ പറയാനുണ്ട്, സെക്കൻഡ് ഹാഫിൽ നമ്മൾ നന്നായിട്ട് കളിച്ചു. അത് പറയാണ്ടിരിക്കാൻ വയ്യ. കൊൽക്കത്തേനെ പിന്നെ കൊൽക്കത്ത ഏറ്റവും അവസാനം കളിച്ചത് വെറുതെ ഡ്രോയ്ക്ക് വേണ്ടി ഡിഫൻസിലിട്ട് പാസ് ചെയ്തുകൊണ്ട് അത് എനിക്ക് ഇഷ്ടമല്ലാത്ത കളിയാണ്. പക്ഷെ അത് അവരുടെ ടാക്ടിക്സ്, അവർക്ക് ജയിക്കണമെന്നില്ല. അവരിപ്പോ തന്നെ ക്വാളിഫൈ ചെയ്തു, അവര് ക്വാളിഫൈ ചെയ്തു പ്ലേ ഓഫിന് വേണ്ടി. നോർത്ത് ഈസ്റ്റിനായിട്ട് നമ്മൾ ഡ്രോ പിടിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിന് നമ്മൾ റെഡിയായി. സോ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷെ ഡ്രോ അല്ല, നമുക്ക് വിൻ തന്നെ വേണം, എന്നാലാണ് പ്ലേ ഓഫിന് പോകാൻ നേരത്തെ. അങ്ങനെയാണെങ്കിൽ 6 കൺസിക്യൂട്ടീവ് വിൻസ് ആക്കാം. മറ്റേ പ്ലേ ഓഫും കൂടെ വരാത്ത 6 കൺസിക്യൂട്ടീവ് വിൻസ് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി കയറുവാണെങ്കിൽ നമുക്ക് 7 കൺസിക്യൂട്ടീവ് വിൻസ് ആയിട്ട് കപ്പ് കളിക്കാം. അല്ല മിക്കവാറും ഇവിടെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് 7 കൺസിക്യൂട്ടീവ് വിൻസ് ആയിട്ട് കപ്പ് അടിക്കാം. അത് ഭയങ്കര റെക്കോർഡ് ആയിരിക്കും. ISL 7 കൺസിക്യൂട്ടീവ് ഹോം വിൻസ്. അത് വേറെ ടീമിനെ അച്ചീവ് ചെയ്യാൻ കുറെ നാളെടുക്കും. മനസ്സിലാക്കേണ്ടത് നമ്മുടെ സപ്പോർട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത്. സത്യം, നമ്മളവിടെ മരിച്ചടന്ന് സ്റ്റേഡിയത്തിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോഴാണ് ഇവന്മാർക്ക് ഗോൾ അടിക്കാൻ ഒരു ആവേശം വരുന്നത്. ആ ഒരു ഇതാണ് ഇപ്പൊ കാണിക്കുന്നത്. കാരണം എല്ലാ എവേ മാച്ചസും നമ്മൾ ഒരു വിജയമല്ല കാണുന്നില്ല. ഇല്ല, നമ്മൾ ഹോം മാച്ചസ് ഒച്ചെടുത്ത് നമ്മൾ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീമിനെ ആൾക്കാർക്ക് വെറുതെ ഭ്രാന്താക്കി. നമ്മളാണ് അവരുടെ റെഡ് ബുൾ, നമ്മളാണ് അവരുടെ എനർജി ഡ്രിങ്ക്. 12th മാൻ നമ്മളെ എനർജി ഡ്രിങ്ക് ആണ്. നമ്മള് 12th മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളായിപ്പോ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ടീമിൽ ഓരോരുത്തർക്കും ഊർജം പകർന്നുകൊണ്ട് ടീമിൽ ആ 11 പേരിലേക്കും പടർന്നു പിടിക്കുന്ന എനർജി ഡ്രിങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത് 12th മാനിനെ കണ്ടുപോലെ. സോ നമുക്ക് അടുത്ത മാച്ച് നമുക്ക് കാണാം. അടുത്ത മാച്ച് നമുക്ക് ഒരു ഡ്രോ മാത്രം മതി നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ. പക്ഷെ അതിൽ നമ്മൾ അഹങ്കരിക്കാതെ നമ്മുടെ കളി വിജയിക്കാൻ വേണ്ടി തന്നെ കളിക്കണം. So keep on watching Kerala Blasters, support Kerala Blasters. If you are new to our channel, support our channel by subscribing. താഴത്തെ subscribe button ലേക്ക് കഴിഞ്ഞാൽ you can support our channel by subscribing. Please do support and do comment, do like whatever you like to. So thank you for supporting Kerala Blasters. We love you all. Bye bye.